മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അന്വേഷിക്കാൻ CBI 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി. ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, പറയാം. CBI അന്വേഷിക്കണം എന്ന് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ജസ്റ്റിസ് K. ബാബുവാണ് ചീഫ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് സംബന്ധിച്ച് CBI അന്വേഷിക്കണം എന്ന ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചത്. ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പുരക്കിലാണ് ഹർജി നൽകിയിരുന്നത്. KM എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു ജോമൻ പുത്തമ്പുരക്കലിന്റെ പരാതി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ല. തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 ഹൈക്കോടതിയെ സമീപിച്ചതാണ്. അതിനുശേഷം ഈ കേസ് ഇപ്പോൾ പെൻഡിങ്ങിലായിരുന്നു. ഇന്നിപ്പോൾ ഇതിൽ വാദം പൂർത്തിയാക്കി വിധി പറയുകയായിരുന്നു കോടതി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെ കിഫ്ബിയുടെ CEO പദവിയിലും തുടരുന്ന ആളാണ് KM എബ്രഹാം. 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആക്ഷേപമുണ്ടായത്. അതേ തുടർന്നായിരുന്നു മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നത്. ഈ ജോമോൻ പുത്തമ്പുരക്കൽ ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇപ്പോൾ ഏതായാലും CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പൊതുപ്രവർത്തകനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ KM എബ്രഹാമിനെതിരെ, മുൻ ചീഫ് സെക്രട്ടറിക്കെതിരെ ഇപ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഷബ്ന, ഈ കേസിന്റെ നാൾവഴികൾ എങ്ങനെയായിരുന്നു? KM എബ്രഹാം ഏത് വിധത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് ഉൾപ്പെടെയാണ് ഈ പരാതിയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015 ഇത്തരം ഒരു പരാതി നൽകുന്നത്. അല്ലെങ്കിൽ 2015 ഈ രീതിയിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു ജോമോൻ പുത്തമ്പുരക്കലിന്റെ പരാതിയിൽ ഉണ്ടായിരുന്നത്. ജോമോൻ പുത്തമ്പുരക്കൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ ഇനത്തിൽ അടയ്ക്കുന്നു എന്നതായിരുന്നു. ഇതിന് ഇത്തരം ഒരു വാദത്തിൽ കൃത്യമായ മറുപടി KM എബ്രഹാമിന് കോടതിയിൽ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. കോടതി ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ശമ്പളത്തെക്കാൾ കൂടുതൽ ലോൺ തുക അടയ്ക്കുന്നത് എന്നത് സംബന്ധിച്ച് കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോൺ അടയ്ക്കുന്നത് എന്നതായിരുന്നു KM എബ്രഹാം കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഈ KM എബ്രഹാമിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയിട്ടുണ്ട് എന്ന് കോടതിയിൽ ഈ ഹർജിക്കാരൻ വാദിച്ചിരുന്നു. മുംബൈ നഗരത്തിലെ 3 കോടി രൂപ വില വരുന്ന ഫ്ളാറ്റും 1 കോടി വിലയുള്ള തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള മില്ലേനിയം അപ്പാർട്ട്മെന്റിന്റെ ലോണുമാണ് എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്നത് എന്നതായിരുന്നു ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചത്. 8 കോടി വില വരുന്ന കൊല്ലം കടപ്പാക്കടയിലുള്ള 3 നില ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരന്റെ പേരിലായതിനാൽ തന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തണമെന്നും വിജിലൻസിന് KM എബ്രഹാം നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ KM എബ്രഹാം സ്വത്ത് വിവരം മറച്ചുവെച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നും വാദം ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. KM എബ്രഹാം IAS സർവീസിൽ പ്രവേശിച്ചത് മുതൽ നാളെ വരെ 33 വർഷത്തിനിടയിൽ ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ 1968 പെരുമാറ്റച്ചട്ടം റൂൾ 16 പ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട 10,000 രൂപയിൽ കൂടുതൽ വരുന്ന മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഭാര്യയുടെയും അതുപോലെ ആശ്രിതരായ 2 മക്കളുടെയും പേരിലുള്ളതും ഒരിക്കൽ പോലും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് വ്യക്തമാണ്. ഷബ്ന സിയോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അന്വേഷിക്കാൻ CBI എത്തുകയാണ്. ഹൈക്കോടതി ഉത്തരവ്.